എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 മെഡിക്കൽ അലൈഡ് കോഴ്സസുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 6th സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ്, അതായത് 6ാമത്തെ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ www.ce.kerala.gov.in/കീം 2025/ എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ആയുഷ് ഓർ അലൈഡ് എന്നുള്ള ഭാഗത്ത് സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റൗണ്ട് 6 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരിട്ട് ഈ ഒരു PDF ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആകെ 3 വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രാമതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം വിദ്യാർത്ഥികൾ നേരെ ഈ ഒരു ഹോം പേജിലേക്ക്, അതായത് ce.kerala.gov.in/കീം 2025/ എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, എക്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അതുകൂടി കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്തെടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിന്നും നിങ്ങൾക്ക് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ അതിൽ എത്രയെങ്കിലും രൂപ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 6ാം ഘട്ട സ്റ്റേ വേക്കൻസി, അതായത് 6ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2025 വർഷത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള 6ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് കോഴ്സുകളിൽ 2/2/2026, അതായത് ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പ് പ്രോസ്പെക്ടസ് ക്ലോസ് 11.1.1 പ്രകാരമുള്ള രേഖകളുമായിട്ട് ഹാജരായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.